ജുഡീഷ്യറിക്കെതിരായ വിമർശനം ആവർത്തിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. പാർലമെന്റാണ് പരമോന്നതമെന്നും ഭരണഘടന എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണെന്നും ജഗദീപ് ധൻഖർ പറഞ്ഞു. ഡൽഹി സർവകലാശാലയിലെ ചടങ്ങിലായിരുന്നു പരാമർശം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ആ ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറയുന്നത്. അക്കാര്യത്തിൽ ഇന്നലെ BJP MP നിഷികാന്ത് ദുബെ നേരത്തെ ഇന്ദിരാഗാന്ധി ഈ വിഷയത്തിൽ നടത്തിയ പരാമർശം പുറത്തുവിട്ട് ആ ചർച്ചയ്ക്ക് കുറെ കൂടി അതിലേക്ക് എണ്ണ പകർന്നിരുന്നു. അതിന് തുടർച്ച എന്ന വണ്ണം ജഗദീപ് ധൻഖർ വീണ്ടും അദ്ദേഹം തുടങ്ങിവെച്ച ആ വിമർശനം ആവർത്തിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഡൽഹി സർവകലാശാലയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? വിജയകുമാർ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തുടങ്ങിവെച്ച വിമർശനം BJP നേതാക്കൾ ഏറ്റെടുത്ത് അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി സർവകലാശാലയിലെ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തൻ്റെ ജുഡീഷ്യറിക്കെതിരായ വിമർശനം ആവർത്തിക്കുന്നത്. പാർലമെൻറ്റാണ് പരമോന്നതം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭരണഘടന എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പാർലമെൻറ്റിന് മുകളിൽ മറ്റൊരു അധികാര സ്ഥാനവുമില്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതി തന്നെ ഒരേ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ, നിരീക്ഷണങ്ങൾ നടത്തിയതായി ഉദാഹരണ സഹിതം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്ന് വ്യക്തമാക്കുന്നതാണ്. പ്രധാനമായും രണ്ട് കേസുകൾ സുപ്രീം കോടതി സമീപകാലത്തായി ഇറക്കിയ രണ്ട് ഉത്തരവുകൾ സംബന്ധിച്ചുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതിൽ പ്രധാനം എന്നുള്ളത് ഈ ഗവർണർക്കും ഒപ്പം തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവാണ് ഒന്ന്. വഖഫ് നിയമ ഭേദഗതിയിലുള്ള സുപ്രീം കോടതിയുടെ തീരുമാനമാണ് മറ്റൊന്ന്. ഇവ രണ്ടും ഉന്നയിച്ച് തന്നെയാണ് രാഷ്ട്രപതി നേരത്തെ വിമർശനം ഉന്നയിച്ചത്. സമാനമായി അദ്ദേഹം ആ നിലപാടിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പുറത്തു നടക്കുന്ന കാര്യം ഒരു പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതി തൻ്റെ പരാമർശം ആവർത്തിക്കുകയാണ്. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തിൽ. വിജയകുമാർ, പാർലമെന്റാണ് പരമോന്നതം. ഭരണഘടന എന്തായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. അതിനു മുകളിൽ മറ്റധികാര കേന്ദ്രങ്ങളൊന്നുമില്ല എന്നാണ് ജുഡീഷ്യറിയെ ലക്ഷ്യം വെച്ചുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ പരാമർശം. നേരത്തെ അദ്ദേഹം തുടങ്ങിവെച്ച ചർച്ച അത് കുറെ കൂടി ശക്തമായി അദ്ദേഹം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.